കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യർ പ്രധാന സാക്ഷിയാകും. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള ദിലീപിന്റെ വ്യക്തിവിരോധം തെളിയിക്കുന്നതിനാകും മഞ്ജുവിന്റെ മൊഴി ഉപയോഗപ്പെടുത്തുക. ഇതിനിടെ 2011 മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ സുനിൽകുമാറിന്റെ അറസ്റ്റ് ജയിലിലെത്തി രേഖപ്പെടുത്തും. ഇയാളുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി ADGP തന്നെ നേരിട്ട് രേഖപ്പെടുത്തിയിരുന്നു. മഞ്ജുവുമായുള്ള ദാമ്പത്യബന്ധം തകർന്നതിന്റെ വ്യക്തിവിരോധത്തിലാണ് നടിയെ ആക്രമിക്കാൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ദിലീപുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യർക്ക് കൈമാറിയിരുന്നു. ഇത് തെളിയിക്കാനാകും വിചാരണഘട്ടത്തിൽ മഞ്ജു വാര്യരുടെ മൊഴി പ്രയോജനപ്പെടുത്തുക. ഗൂഢാലോചന വ്യക്തമാക്കുന്ന അടുത്ത കുറ്റപത്രം 2 മാസത്തിനുള്ളിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ റിപ്പോർട്ടിൽ മഞ്ജുവും സാക്ഷിപ്പട്ടികയിലുണ്ടാവും. ഇതിനിടെ 2011 മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ സുനിൽകുമാറിനൊപ്പമുണ്ടായിരുന്ന ഒരാളെ പിടികൂടി. ടെമ്പോ ട്രാവലറിൽ ക്ലീനറായിരുന്ന കോതമംഗലം സ്വദേശി എബിനാണ് കസ്റ്റഡിയിലായത്. കേസിൽ 1-ാം പ്രതിയായ സുനിൽകുമാറിന്റെ അറസ്റ്റ് ജയിലിലെത്തി രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം. ഈ സംഭവം സംബന്ധിച്ച് പിന്നീടുണ്ടായ അറിവിലാണ് നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ ദിലീപ് സുനിൽകുമാറിന് നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടെ ജയിലിൽ നിന്ന് ദിലീപിന് കത്തയക്കാൻ സുനിൽകുമാറിനെ സഹായിച്ച നിയമവിദ്യാർത്ഥി വിപിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിയ്യൂർ ജയിലിലെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.